ഹലോ ഫ്രണ്ട്സ്, കാതോട് കാതോടിരിക്കുക എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അഖിലയും ഗൗതമും കൂടെ ശരിക്കും വഴക്കൂടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ശരിക്കും യഥാർത്ഥത്തിൽ തന്നെ അഖില കള്ളു കുടിച്ചെന്നുള്ള രീതിയിലാണ് കാണിക്കുന്നതും പെരുമാറുന്നതും എല്ലാം. അങ്ങനെ ഗൗതത്തിൻ്റെ കയ്യിനെ പിടിച്ച് വെച്ച് കടിക്കുക കേട്ടോ. ഗൗതം അവിടെ കിടന്ന് ഉറച്ച് വിളിക്കുന്നുണ്ട്. അത് കേട്ടിട്ട് അർജുൻ പുറത്തുനിന്ന് ചോദിക്കുന്നു, എന്താടാ അത്? ഒന്നുമില്ല ഏട്ടാ, ഇവിടെ ഒരു മരപ്പട്ടി കടിച്ചതാണ് എന്നെ എന്നിങ്ങനെ പറയാൻ. വീണ്ടും ഗൗതമിൻ്റെ കൈ പിടിച്ച് വെച്ച് വീണ്ടും കടിക്കുക. എടി, നീ എന്നെ കടിക്കല്ലേ എന്ന് പറയും. നീ എന്താ ഇത്രയ്ക്ക് ബോധമില്ലാതായത് എന്ന് പറയുമ്പോൾ ആ ബോധമില്ലാത്ത രീതിയിൽ അഖില പറയാം കേട്ടോ, എനിക്കൊരു ജോലി വേണം, എനിക്ക് മാത്രം ജോലിയില്ല, നിനക്കും ജോലിയില്ല. അതാണോ നിൻ്റെ പ്രശ്നം? അതെ, ജോലിക്ക് പോകണം നീ, അല്ലെങ്കിൽ ഞാൻ പോവും എന്നൊക്കെ പറയാണ് കേട്ടോ. അവസാനം വീണ്ടും ഗൗതത്തിൻ്റെ കൈ പിടിച്ച് വെച്ച് കടിക്കുമ്പോൾ ഗൗതം തള്ളിയിടാണ് കേട്ടോ കട്ടിലേക്ക്. നാശം പിടിച്ചവൾ, ഇനി നിന്നെ കാണത്തക്ക രീതിയിൽ ഇവിടെ ഞാനൊരു കുപ്പിയും വാങ്ങിച്ച് വെക്കത്തില്ല എന്നങ്ങ് പറയാട്ടോ. എന്നിട്ട് അഖില കിടന്നതിൻ്റെ അറ്റത്ത് തന്നെയാണ് ഗൗതം കയറി കിടക്കുന്നത്. പതുക്കെ കണ്ണ് തുറന്ന് അഖില നോക്കുമ്പോൾ കിടക്കുകയാണ്. കാല് വെച്ചിട്ട് ഒറ്റ ചവിട്ട് കൊടുക്കുന്നിട്ട് പോയി താഴെ വീഴാണ് ഗൗതം. അങ്ങനെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും വഴക്കുമൊക്കെ തന്നെയാണ്. ഇതേ സമയം അഞ്ജലി ദേഷ്യത്തിലും ആ ഒരു വൈരാഗ്യത്തിലും ഇങ്ങനെ നിൽക്കുകയാണല്ലോ. എന്തായാലും അവളെ അങ്ങനെ വിട്ടാൽ പറ്റില്ല ആ മീനുവിനെ എന്നും പറഞ്ഞുകൊണ്ട് മീനുവിനെ ഫോൺ വിളിക്കുമ്പോൾ മീനു ഒന്ന് നോക്കുകയാണ്. ഫോൺ നോക്കുമ്പോഴത്തേക്ക് അഞ്ജലിയുടെ കോള് കാണുമ്പോൾ മീനു അത് നിരസിക്കുക കേട്ടോ, എടുക്കുന്നില്ല. അവൾ അത്രയ്ക്കായോ, നീ എപ്പോഴാണ് എടുക്കുന്നത്, അതുവരെ ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുമെന്ന് പറയാം. അങ്ങനെ വിളിച്ച് അവസാനം മീനു സൈകിട്ട് ഫോൺ എടുക്കുന്നു. ഞാൻ അഞ്ജലിയാ, മനസ്സിലായോ? നിനക്ക് എന്താ വേണ്ടത്? നിന്നോട് ഞാൻ ഇങ്ങോട്ട് വിളിക്കരുതെന്നല്ലേ പറഞ്ഞു, പിന്നെ എന്തിനാ വിളിച്ചതെന്ന് പറയാട്ടോ. അല്ല, നിൻ്റെ അന്നത്തെ പെർഫോമൻസ് ഉണ്ടല്ലോ, അത് നല്ല സൂപ്പറായിരുന്നു, അത് പറയാൻ വിളിച്ചത്. പിന്നെ ഞാനും അർജുനും തമ്മിലുള്ള പല തെളിവുകളും എൻ്റെ കയ്യിലുണ്ട്, ഇതെല്ലാം ഞാൻ നിനക്ക് അങ്ങോട്ട് അയച്ചു തരുന്നുണ്ട്, നീ വീണ്ടും അതെല്ലാം എന്നിങ്ങനെ പറയട്ടോ. അപ്പം നിനക്കറിയാം ഞാനും അർജുൻ തമ്മിൽ എന്ത് ബന്ധത്തിലായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും മീനുവിന് വേണ്ട ദേഷ്യം വന്ന്, നിനക്കൊക്കെ വേറെ പണിയില്ലേടി, നീ കണ്ടവൻ്റെ ഭർത്താക്കന്മാരെ പുറകിൽ നടക്കലാണോ നിൻ്റെയൊക്കെ പണി? നീ ഇനി എന്തൊക്കെ കള്ളത്തെളിവുകൾ കൊണ്ടുവന്നാലും ഞാൻ അർജുനെ ഉപേക്ഷിക്കാൻ പോകുന്നില്ല. നമ്മൾ 100 വർഷം വളരെ സന്തോഷത്തോടു കൂടി തന്നെ ജീവിക്കും. അങ്ങനെ ഞാൻ വഴക്കിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നു നീ വിചാരിക്കാൻ വേണ്ട എന്ന് പറയാം കേട്ടോ. അപ്പോൾ എന്നിട്ട് പറഞ്ഞു, ഒരു നാണോ മാനോ ഇല്ലാത്തവൾ വിളിക്കുന്നു, ഇനി മേലെ നീ ഇങ്ങോട്ട് വിളിച്ചാണ്ടല്ലോ വീട്ടിൽ വന്ന് നിന്നെ ഞാൻ ആടിക്കും എന്നിങ്ങനെ പറയാം കേട്ടോ. അവസാനം നാണം കെട്ട് വീണ്ടും അഞ്ജലി ഫോൺ വയ്ക്കുന്നതിന് മുമ്പ് അഞ്ജലി വിചാരിക്കുകയാണ്, ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, നീ 100 വർഷം വരെ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നല്ലേ പറഞ്ഞു, അത് ഞാൻ ഇല്ലാതാക്കൂടി എന്ന് പറയാട്ടോ. അങ്ങനെ ആ ഒരു വൈരാഗ്യത്തിൽ ഇങ്ങനെ അഞ്ജലി നിൽക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ മീനു ജോലിക്കൊക്കെ പോവാനും ഒക്കെ ആയിട്ട് റെഡി ആവുകയാണ് അകത്ത്. ആ സമയം രാജേന്ദ്രൻ വീട്ടിലേക്ക് വരികയാണ്. മീനുവിൻ്റെ അച്ഛൻ കുറച്ച് കാശ് ചോദിച്ചിരുന്നല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാശെല്ലാം കൊണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ മഹേന്ദ്രൻ വഴക്ക് പറയുന്നുണ്ട് അർജുനെ, ഇവിടെ വെച്ച് കൊടുത്ത പ്രഭയും കാഞ്ചനയൊക്കെ കാണില്ലേ, എന്ത് പണിയാണ് നീ ചെയ്തത്? അതല്ല, ഞാനാ പറഞ്ഞ ഞാൻ ഇങ്ങോട്ട് വരാമെന്ന്, ഞാൻ വാങ്ങിച്ചോളാം, അവരൊന്നും അറിയണ്ട, നീ പോയി പെട്ടെന്ന് കാശെടുത്ത് കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അർജുൻ അകത്ത് പോയി ആരെയും കാണാതെ കാശും അതിനും പെട്ടെന്ന് മാറാൻ തരത്തിലുള്ള ചെക്കും ഒക്കെ ആയിട്ട് കൊണ്ട് കൊടുക്കുകയാണ്. എന്നിട്ട് മീനുവിനെ കാണണം എന്ന് പറയുന്നുണ്ട്. അവൾ പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. വരട്ടെ എന്നിങ്ങനെ പറയട്ടോ. അപ്പം ഞാൻ കാത്തിരിക്കാം എന്നും പറഞ്ഞ് നിൽക്കുമ്പോൾ അകത്ത് ചെന്ന് അർജുൻ ഒത്തിരി ഉപദേശങ്ങൾ നമ്മുടെ മീനുവിന് കൊടുക്കുക. മീനു അർജുൻ വാങ്ങിച്ചു കൊടുത്ത പുതിയ സാരിയൊക്കെ കൊടുത്ത് ഇങ്ങനെ വരികയാണ്. പിടിച്ചടുത്തിരുത്തിയിട്ട് പുതിയതായിട്ട് ജോലിക്ക് പോകുന്നതാണ്. ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. പുതിയ ജോലി സ്ഥലത്ത് മാനസികമായും ശാരീരികമായും തളർത്താൻ ഒരുപാട് പേര് കാണും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ എന്നോട് പറയണം, അതെല്ലാം ഞാൻ മാനേജ് ചെയ്തോളാം. പക്ഷേ അതിന് മുമ്പ് നീ അതിനെല്ലാം തടയിട്ടോളണം. പിന്നെ നല്ലൊരു ടീച്ചറാവണം, എല്ലാ കുട്ടികളെയും ഒരേ കണ്ണുകൊണ്ട് ഒരുപോലെ തന്നെ കാണണം. എന്തായാലും ഞാൻ അർജുൻ പറഞ്ഞതുപോലെ നല്ലൊരു ടീച്ചറാവാൻ ശ്രമിക്കും, ഉറപ്പ്. പല പ്രതിസന്ധികൾ കടന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നല്ല ഉപദേശങ്ങൾ കൊടുക്കുകയാണ്. നീ വാ, നമുക്ക് പോയി തൊഴുതിട്ട് വരാമെന്ന് പറഞ്ഞ് പൂജാമുറിയിലേക്ക് കയറി തൊഴുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് തന്നെ രാജേന്ദ്രനൊക്കെ അങ്ങോട്ട് വരികയാണ്. അപ്പോൾ പെട്ടെന്ന് അച്ഛനെ കാണുമ്പോഴത്തേക്കും ഭയങ്കര അത്ഭുതമാവാണ് കേട്ടോ മീനുനയോ. അച്ഛൻ ഇപ്പോൾ വന്നു, ഞാൻ കുറച്ച് നേരമായി, എന്തായാലും നീ ഇറങ്ങുമ്പോൾ നിന്നെ കാണാമല്ലോ എന്ന് വിചാരിക്കുകയാണെന്ന് പറയുന്നത്. അങ്ങനെ അച്ഛൻ്റെയും അമ്മാവൻ്റെയും എല്ലാവരുടെയും കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങാനായിട്ട് അർജുൻ പറയുകയാണ്. അതുപോലെ മീനു ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് സങ്കടത്തോട് പറയുന്നുണ്ട്, അച്ഛൻ കാരണമാണ് ഞാൻ ഇന്ന് ഈ നിലയിൽ എത്തിയത്, മോളെ കരയല്ലേ, കരയാതെ സന്തോഷത്തോടു കൂടി നമ്മളിവിടുന്ന് ഇറങ്ങാനായിട്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഉടനെ ഇവർ ചോദിക്കുന്നുണ്ട്, പ്രഭ അമ്മയും കാഞ്ചനയ്ക്ക് എന്തി, അവരങ്ങോട്ട് അയക്കണം നിൽപ്പുണ്ടാവും, നീ അങ്ങോട്ട് ചെല്ലെന്ന് പറയുന്നുണ്ട്. അവിടെ കാഞ്ചന സാരിയും ലിപ്സ്റ്റിക്കും ഒക്കെ ഇട്ട് പുതിയ കുടയും ബാഗും എല്ലാം എടുത്തിട്ട് ജോലിക്ക് പോകാനായിട്ട് ഇങ്ങനെ ഒരുങ്ങുകയാണ് കേട്ടോ. ഭയങ്കര ഇതാട്ടോ. അങ്ങനെ പ്രഭാവതിയാണെങ്കിലും
മഹേന്ദ്ര അവിടെ മഹേന്ദ്രനായിട്ട് ചെറിയ വഴക്കിലാണ്. എന്തെങ്കിലും ഉണ്ടാക്കാൻ പറയുമ്പോൾ എനിക്കങ്ങ് വയ്യ, വീട്ടിൽ ജോലി ചെയ്യും, ഞങ്ങളുടെ മരുമോളും എല്ലാവരും ജോലിക്ക് പറഞ്ഞു വിട്ടിട്ട് ഞാൻ ജോലി ചെയ്യണമെന്നാണോ? കൊള്ളാം, നിങ്ങൾ തന്നെ രാജകുമാരി, നീ ഇവിടെ രാജകുമാരിയെ പോലെ തന്നെയല്ലേ ജീവിക്കുന്നതെന്ന് പറയാണ് കേട്ടോ. പിന്നെ രാജകുമാരി അടുക്കള പണി ചെയ്യോ? ഞാൻ ഒരു IAS കാരൻ വാങ്ങുന്നതിനേക്കാളും കൂടുതൽ ശമ്പളമാണ് ഞാൻ വാങ്ങുന്നത്. അതേ വിദ്യാഭ്യാസവും അത്രയും ഉയർന്ന ജോലിയും ഒന്നും അല്ലെങ്കിലും. പിന്നെ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ മഹേന്ദ്രൻ പറയാണ്, ഒരു വീട്ടു ജോലിക്കാരി മറ്റുള്ളവർക്ക് ഭക്ഷണം വെച്ച് അവരുടെ വയറ് നിറയ്ക്കുക, അത് തന്നെയാണ് ഏറ്റവും സംതൃപ്തി നിറഞ്ഞ് ആ ഒരു ജീവിതം, അത് നിനക്കുണ്ടല്ലോ, നീ അതിൽ തൃപ്തിപ്പെടല്ലേ വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ഉപദേശിക്കുകയാണ് കേട്ടോ. അവിടെ നമ്മുടെ മീനുവിന് നമ്മൾ അഖിലയും ഗൗതമും എല്ലാവരും ആശംസകളൊക്കെ പറയുകയാണ്. നേരെ അവർ ജോലി സ്ഥലത്തേക്ക് പോകുന്ന അന്നത്തെ എപ്പിസോഡിൽ കേട്ടോ. പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.